ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന് സമീപം ബോംബേർ. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്കാണ് അജ്ഞാതർ ബോംബെറിഞ്ഞത്. സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ മടിക്കുകയാണ്. എഫ്ഐആർ ഇടാൻ വൈകുന്നത് പോലീസ് ഒത്തുകളിയുടെ തെളിവാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. എല്ലാ വീട്ടിന്റെ ഉള്ളിലിരുന്ന ആളുകളും അത്രയും ശക്തമായിട്ടുള്ള ശബ്ദം കേട്ടതുകൊണ്ടാണ് എല്ലാവരും പുറത്തിറങ്ങിയത്. ഇപ്പോൾ പോലീസ് അവരോടെല്ലാം തന്നെ സംസാരിച്ചു. ഇപ്പോൾ സംസാരിച്ച സമയത്ത് ഇപ്പോൾ നേരെ ഈ തൊട്ടടുത്ത വീട്ടിലെ സഹോദരി പറഞ്ഞു, വളരെ വലിയൊരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ ഓടി വന്നു. പക്ഷേ വാഹനം ഒരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു, ബൈക്കുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. കാരണം അവരകത്തുനിന്ന് പുറത്തു വരുന്ന അതേ വേഗതയിൽ തന്നെയാണ് ശബ്ദം കേട്ട് ഞാൻ അടുക്കളയിലായിരുന്നു. അടുക്കളയിൽ നിന്ന് ഉമ്മറും കടന്ന് ഞാൻ പുറത്തേക്ക് വരുന്നത്. ആര് ഇത് ചെയ്തു, എന്താണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? അപ്പോൾ ഈ ഒരു ദിവസം അങ്ങനെ ഇത്തരം ഒരു വിഷയം ചെയ്യാനായിട്ട് എന്തിനാണ് തിരഞ്ഞെടുത്തത്? അത് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ പിറകിൽ ആരാ പ്രവർത്തിച്ചിട്ടുള്ളത്? എന്തായാലും വീട് അറിയാത്ത ആളുകളാണ് വന്നത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. ഇതൊന്നും നമ്മളല്ല കണ്ടെത്തേണ്ടത്. കാരണം പോലീസ് അധികാരികളാണ് ഇതിനെല്ലാം തന്നെ മറുപടി പറയേണ്ടത്. അവരത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് പാർട്ടിയുടെ താല്പര്യം. സാനു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാനു, ഏറ്റവും ഒടുവിൽ ശോഭ പറഞ്ഞു നിർത്തിയ കാര്യമുണ്ടല്ലോ, അത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് താല്പര്യം. ആ താല്പര്യം എത്ര കണ്ട് നടപ്പിലാകുന്നു എന്നുള്ളതാണ് സംശയമായി വരുന്നത്. ഒരു എഫ്ഐആർ പോലും ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നാണ് ശോഭയും അയൽവാസികളും ഒക്കെ പറയുന്നത്? യെസ്, സാനുലേക്ക് വരാതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ തൃശ്ശൂരിലെ വീടിന് സമീപം, അതായത് ഈ ആക്രമണമുണ്ടായ ഈ ബോംബെറിഞ്ഞ വീടും ശോഭാ സുരേന്ദ്രന്റെ വീടും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന വീടുകളാണെന്നുള്ളതും അതിന് മുന്നിൽ കിടന്ന കാറുകളും ഏകദേശം ഒരുപോലെ ഉള്ളതാണ് എന്നുമാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വീട് പോയതാകാനുള്ള സാധ്യത തന്നെയാണ് അയൽവാസികൾക്കും ശോഭയ്ക്കും അവിടെ കൂടിയവർക്കും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാനു ചേരുന്നുണ്ട്. സാനു, ഈ ഒരു നിഗമനം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത് രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വന്നവർക്ക് വീട് കൃത്യമായി അറിയാത്തവരായിരിക്കാം, അപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ കൊട്ടേഷൻ വാങ്ങി വന്നവരായിരിക്കാം. പക്ഷേ എന്തിന് ഇങ്ങനൊരു കൃത്യം നടത്തി, അതിന് ഈ ദിവസം എന്തിന് തിരഞ്ഞെടുത്തു? ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ ബോംബേർ ഉണ്ടായത്? തുടങ്ങി ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പോലീസ് ആകട്ടെ ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടുമില്ല. എന്തൊക്കെയാണ് ഈ അയൽവാസിയും മറ്റ് ആ വീടിന് ചുറ്റുമുള്ളവരും ശോഭയും ഒക്കെ പറയുന്നത്? വീണ, ഇന്നലെ രാത്രി 10:45 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് തൃശ്ശൂർ അയ്യന്തോളിലുള്ള ശോഭാ സുരേന്ദ്രൻ, അതായത് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിന് തൊട്ട് മുന്നിലാണ് ഇത്തരത്തിലൊരു ഉഗ്ര സ്ഫോടനം നടന്നിരിക്കുന്നത്. അതായത് ശോഭാ സുരേന്ദ്രന്റെ വീടിന് തൊട്ട് മുൻഭാഗത്തുള്ള അതേ ശോഭയുടെ വീടിന് സമാനമായിട്ടുള്ള മറ്റൊരു വീടിന് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നത്. ഈ വീടിന് മുന്നിലാണ്, അതായത് ഏകദേശം മീറ്ററുകളുടെ വ്യത്യാസം മാത്രമുള്ള വീടിന് മുന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉഗ്ര സ്ഫോടനം നടക്കുന്നത്. അതായത് വലിയൊരു പൊട്ടിത്തെറിയും പുകയും തീയും കണ്ടുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനും അതേപോലെ തന്നെ ഇതിന് തൊട്ട് മുന്നിലുള്ള വീട്ടിലെ ആളുകളും പുറത്തേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നതായിട്ടുള്ള ഒരു വിവരം അറിയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇന്നലെ തന്നെ വീട്ടിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീട്ടിലുണ്ടെങ്കിലും തന്റെ കാറ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ കാറിന് സമാന നിറത്തിലുള്ള കാറ് തന്നെയാണ് ഈ വീട്ടിലുള്ളത്. അതായത് വീട് മാറി ഒരു അക്രമം നടത്തി എന്നുള്ളതാണ്. അതായത് ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് വന്നതാണ് അക്രമികൾ. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇവിടെ എൻ്റെ വീട്ടിലേക്ക് ഇവർക്ക് എത്താൻ സാധിച്ചില്ല. വീട് മാറി ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നു എന്നാണ് ബി.ജെ.പി. വ്യക്തമാക്കുന്നത്. എന്തായാലും സംഭവം നടന്ന് ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെ കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറായിട്ടില്ല. മണിക്കൂറുകൾ കഴിയുകയാണ്. എഫ്ഐആർ ഇടാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ശോഭാ സുരേന്ദ്രനിൽ നമുക്കറിയാം. എന്താണ് ഈ ഒരു അക്രമം ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല? പോലീസ് നൽകുന്ന ഒരു മറുപടി എന്താണ്? അല്ല, നമ്മൾ പോലീസ് അധികാരികളുമായിട്ട് ഇന്നലെ രാത്രിയിലാണ് സംസാരിക്കുന്നത്. പാർട്ടിയുടെ തന്നെ ജില്ലാ ഘടകത്തിലെ ഏതാണ്ട് മുഴുവൻ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇന്നലെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അയൽവക്കത്തുള്ള ആളുകളും ഒക്കെ ആയിട്ട് പോലീസ് അധികാരികൾ ഇന്നലെ തന്നെ സംസാരിച്ചു. അതിനെ തുടർന്ന് അവർ പറഞ്ഞു വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ഞങ്ങളിത് പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും
അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെയും അത് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ച സമയത്ത് കേസെടുത്തിട്ടില്ല എന്നവർ പറഞ്ഞു എന്നറിഞ്ഞു. എന്നാൽ അത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയി പോയി എന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് അത് ഏത് വ്യക്തിയുടെ വീടിന് മുന്നിൽ എന്നുള്ളതല്ല, ഈ തൃശ്ശൂർ കലക്ടറേറ്റിന് മുന്നിൽ ഇത്രയും ജനനിബിഡമായിട്ട് ഉള്ള ഒരു പ്രദേശത്ത് വാഹനങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു വഴിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അത് വളരെ ഗൗരവതരമായിട്ട് അന്വേഷിച്ച് ഞങ്ങൾ ഇന്നലെ മുതൽ കഠിനമായിട്ട് ഇതിൻ്റെ പിറകിൽ പരിശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നല്ലതായിരുന്നു. പക്ഷേ ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഉത്തരമായി പോയി പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. നോക്കാം. ഇത് കരുതിക്കൂട്ടി നടത്തിയിട്ടുള്ളൊരു അക്രമമായിട്ട് കരുതുന്നുണ്ട്, എങ്ങനെയാണ്? അല്ല, അത് തീർച്ചയായിട്ടും. കാരണം അവർക്ക് ഇത് ചെയ്ത ആളുകൾക്ക് ചെറിയൊരു ഡിഫറൻസ് വന്നല്ലോ. കാരണം ഈ റോഡും നമ്മുടെ റോഡിൻ്റെ മുന്നിൽ വളരെ അടുത്ത് തന്നെയാണ് അവർ ഈ കൃത്യം നിർവഹിച്ചത്. അവർക്ക് പക്ഷേ നമ്മുടെ ഷെഡിനകത്ത് കാറ് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. കാറില്ലാത്തത് അവരെ കൺഫ്യൂസ്ഡ് ആക്കി. അപ്പോൾ തൊട്ട് അടുത്തുള്ള കാറുള്ള ഒരു ഷെഡ്, അതിൻ്റെ തൊട്ടരികിൽ ഈ സ്ഫോടനം അവർ നടത്തി. അപ്പോൾ എല്ലാവരും ഓടി പുറത്തിറങ്ങി, അവർ രക്ഷപ്പെട്ടു പോയി. ഈ ഇന്നലെ പലരെയും പല വാഹനങ്ങളൊക്കെ ഇവിടെ കണ്ടതായിട്ടും ഈ വീടിനോട് ചേർന്ന് ചില ബൈക്കുകളും കാറുകളും ഒക്കെ നിർത്തിയിട്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ വല്ലതുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു? അല്ല, അത് നാട്ടുകാരാണ് പറയുന്നത്. കാരണം ഇത് ഒരു സംഭവം നടന്നു കഴിയുമ്പോഴാണല്ലോ, അതിന് മുൻപ് അവിടെ ഒരു കാറ് വന്നു. അപ്പോൾ പലരും പറയുന്നുണ്ട് 2-4 ആളുകൾ ഒരുമിച്ച് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നെന്നും ആ കാർ അവിടെ സൈലൻ്റായിട്ട് ഒരു സൈഡിൽ മാറ്റിയിട്ടിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും പോകുന്നതും ഒക്കെ കാണാനിടയായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അയൽവക്കക്കാർക്ക് അങ്ങനെ സംശയം തോന്നില്ല. കാരണം എപ്പോഴും നമ്മുടെ വീട്ടിലേക്കും ധാരാളം വാഹനങ്ങൾ വരുന്നതും എപ്പോഴും പാർട്ടിയുടെ പ്രവർത്തകരും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വരുന്നതും ജനങ്ങൾ വരുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോഴും കടന്നു വരാവുന്ന ഒരു വീട് എന്നുള്ള രീതിയിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടരികിൽ വാഹനം നിർത്തിയിട്ടാൽ പോലും ആളുകൾ അങ്ങനെ സംശയദൃഷ്ടിയോട്, അതായത് ആരാണ് വന്നതെന്ന് അവർക്ക് തോന്നില്ല. കാരണം എപ്പോഴും വാഹനങ്ങൾ വരുന്നു. അപ്പോൾ ഇത് പക്ഷേ കുറച്ച് മാറിയിട്ടാണ് വാഹനം കടന്നത് എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഈ കേസെടുക്കാൻ തയ്യാറാവാത്ത ഈ അക്രമികൾക്കൊപ്പം അല്ലെ അക്രമികൾക്ക് ഒത്താശ ചെയ്യുന്ന ഒരു നിലപാടല്ലേ പോലീസ് സ്വീകരിക്കുന്നത്? എന്താണ്? അല്ല, പോലീസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് അവരുടെ ഭാഗത്ത് നിന്ന് അലംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതല്ലെങ്കിൽ പരിവാർ പ്രവർത്തകരുടെയും ഒക്കെ വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ ആ വ്യക്തികൾക്കെതിരെയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ വളരെ ലളിതവൽക്കരിച്ചു കൊണ്ടുള്ള പല സമീപനവും പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊന്നും പോലീസ് ഒരു രക്ഷാ കവചമായിട്ട് പ്രവർത്തിക്കുമെന്നോ ആ പോലീസിന്റെ രക്ഷാ കവചത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നുള്ള ബോധ്യമൊന്നും എനിക്കില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ്. എന്തെല്ലാം അഭിമുഖീകരിച്ചിരിക്കുന്നു, എന്തെല്ലാം തീവ്രവാദ സംഭവങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ നടത്തിയിരിക്കുന്നു. ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള പല വിഷയങ്ങളും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം മലപ്പുറം ജില്ലയിലൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ള വലിയ മാർച്ചുകൾ, സമരങ്ങൾ, ഇതെല്ലാം തന്നെ മുഴുവൻ മനുഷ്യർക്കും അതിനകത്ത് ജാതിയും മതവും ഒന്നുമില്ലാതെ ഈവൻ ആ സമരങ്ങളിൽ കഴമ്പുണ്ടായിരുന്നുവെന്നും കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ NIA-യുടെ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ സമരം നടത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് അതിശക്തരായിട്ടുള്ള തീവ്രവാദികളെ പിടിച്ചെടുത്തു കൊണ്ടുപോയ സമയത്താണ് പൊതുസമൂഹത്തിന് മനസ്സിലായത് BJP ഉയർത്തിയിട്ടുള്ള അന്നത്തെ ആ വിഷയം അത് വളരെ വലിയൊരു വിഷയമായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ വലിയ വേദന ഉണ്ടാക്കുമായിരുന്നു BJP സമരരംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ. അതല്ലേ ഗ്രീൻ വാലിയിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് നമ്മളൊക്കെ തൻ്റെ അടുത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. പോലീസിന്റെ രക്ഷാ കവചം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊക്കെ എടുത്തണിഞ്ഞിട്ടുള്ള ഒരു രക്ഷാ കവചം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുക, ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകളുടെ കവചത്തിനകത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് സ്വയമേവ ഒരു പ്രൊട്ടക്ഷൻ അതിവിടുത്തെ പൊതുസമൂഹം നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റെ പാർട്ടിക്കാരല്ലാത്തവർ, എൻ്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകളല്ല, അന്വേഷിച്ച് വരുന്നവർ മുഴുവനും ഒരു 5 വീട് 6 വീട് അപ്പുറത്തുള്ള ആളുകൾ പോലും ഈ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട് ശരി ആ ശബ്ദം എന്തോ ആകട്ടെ എന്ന് കരുതി അവർ വീട്ടിലിരിക്കുകയല്ലേ ചെയ്തത്. ഓരോരോ ആളുകളും വന്ന് നമ്മളോട് ഇതെന്ത് പറ്റി എന്ന് ചോദിക്കാൻ സാധിച്ചത് തന്നെ അത് പൊതുസമൂഹം നമുക്ക് നൽകിയിട്ടുള്ള ഒരു കവചം തന്നെയാണ്. അതിലെനിക്ക് വളരെയേറെ സന്തോഷം.
തീർച്ചയായിട്ടും സംഭവം നടന്ന ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കേസെടുക്കാൻ തയ്യാറാവാത്ത അല്ലെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാത്തത് പോലീസ് ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്നു എന്നാണ് BJP വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഈ സംഭവം ഈ സ്ഫോടനം നടന്നതിന് ശേഷം ഈ സമീപവാസികളെല്ലാം ഇവിടേക്ക് എത്തിയെന്നും അത് BJPക്കാർക്കപ്പുറം മറ്റ് പൊതുസമൂഹത്തിൽ എല്ലാവരും ഈ സ്ഥലത്തെത്തിയെന്നും തന്നോട് വിവരശേഖരണം നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇന്നലെ ഈ പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷം പല വാഹനങ്ങളും ചില കാറുകളും അതേപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളും പല ഭാഗത്തായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതായിട്ട് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ വീടിന്റെ സമീപത്ത് കൂടി അടക്കം നടക്കുന്നതായിട്ടും അവർ വ്യക്തമാക്കുന്നു. എന്തായാലും പോലീസ് അല്പസമയത്തിനുള്ളിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമെന്നും പരിശോധനകൾ നടത്തുമെന്നും ഉള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. വീണ, അതേസമയം സനു, ഒരു കാര്യം കൂടി, ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? അതായത് ഇന്നലെ ഈ സംഭവസ്ഥലം എത്തി പരിശോധിക്കുകയും മറ്റും ചെയ്തതിന് ശേഷവും ഏത് തരത്തിലുള്ള ബോംബാണ് അവർ പ്രയോഗിച്ചത്? മറ്റ് CCTV ദൃശ്യങ്ങൾ സമീപ സ്ഥലങ്ങളിൽ നിന്ന് അവർ പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിൽ നിന്ന് ഏതെങ്കിലും സംശയകരമായ വാഹനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു അന്വേഷണം അങ്ങനെയൊക്കെയാണല്ലോ മുന്നോട്ട് പോവുക. അതിൽ FIR ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിലെന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തവുമല്ല. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ സമീപവാസികൾക്ക് എന്തെങ്കിലും ഒരു സമാധാനപരമായി കഴിയുന്നതിന് ആവശ്യകത പറഞ്ഞുകൊണ്ട് ഇനിയൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ എല്ലാം സുരക്ഷയും നോക്കിയിട്ടുണ്ടെന്ന് പറയാനെങ്കിലും അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? സംഭവത്തിന് ശേഷം ഇവിടെ ACP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ ഒരു പോലീസ് വാഹനവും ഏതാനും ചില പോലീസുകാരും മാത്രമാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ACP അടക്കമുള്ളവർ പിന്നെയും എത്തുമെന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ ഉടനടി നടപടി സ്വീകരിക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടൊരു ഘടകമാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഈ ഒരു സംഭവം നടന്ന് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇത് നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് BJP പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. അതായത് ഈ റോഡ് വളരെ ഏറെ തിരക്കുള്ള റോഡാണ്. ഇതിന് സമീപം ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ടും ഈ സമീപവാസികളടക്കം വലിയൊരു ആശങ്കയിലിരിക്കുന്ന സമയത്ത് പോലും ഇതിനെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടാവാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. എന്തായാലും ഈ പോലീസിന്റെ ഈ ഒരു നിസ്സഹകരണം തുടർന്നാൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തുടങ്ങുമെന്ന് അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് BJP ജില്ലാ കമ്മിറ്റിയും അറിയിച്ചിട്ടുണ്ട്. വീണ.